ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിക മനോഹരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യം സിദ്ധുവിനെ വിളിച്ചറിയിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് സിദ്ധു അവിടേക്ക് വരുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോട് പറയണേ, ഞാനിപ്പോൾ സിദ്ധുവിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ പോവുകയായിരുന്നു. അച്ഛനെ പോലീസുകാർ വന്ന് കൊണ്ടുപോയി. ശരത്ത് കൊടുത്ത പരാതിയുടെ പുറത്താണ് അച്ഛനെ കൊണ്ടുപോയത്. അപ്പോൾ സിദ്ധു, അച്ഛനെ ഒരു നിമിഷം പോലും സ്റ്റേഷനിൽ ഇനി ഇരുത്താൻ പാടില്ല. അച്ഛന് സുഖമില്ലാത്തതാണ്. ഇനി അവരെങ്ങാനും ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ അച്ഛന് വീണ്ടും പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിക കരയുകയാണ് കേട്ടോ. അപ്പോൾ സിദ്ധു പറയണേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദേവിക, ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് പോവട്ടെ, അച്ഛനെ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സിദ്ധു പോവാൻ ഒരുങ്ങുമ്പോൾ ദേവിക പറയണേ, എങ്കിൽ ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞ് പ്രിയോട് പറഞ്ഞ ശേഷം ദേവികയും സിദ്ധുവും കൂടി പോവുകയാണ്. സമയം തങ്കച്ചിയും സ്വാമിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സ്വാമി പറയാണ്, ജയശങ്കറിനെ തകർക്കണം എന്നുള്ള ചിന്തയിലാണ് തങ്കച്ചി ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു നടന്നില്ല എന്ന് സ്വാമി? ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ഞാൻ പൊന്നുമണിയോട് നിരഞ്ജനെതിരെയും അവൻ്റെ അമ്മയ്ക്കെതിരെയും ഞാനൊരു കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കൊടുത്താൽ പിന്നെ ജയശങ്കർ പൂർണ്ണമായും തകരും. നിരഞ്ജനും അവൻ്റെ അമ്മയും ഇനി അഴിയെണ്ണാനാണ് പോകുന്നത്. അതോടുകൂടി എനിക്ക് ജയശങ്കറിനെ തറ പറ്റിക്കാനും കഴിയും. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇനി കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. എനിക്ക് വേണ്ടത് ജയശങ്കറിൻ്റെ പതനമാണ്. അതാണ് എനിക്ക് കാണേണ്ടത്. അത് തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ സ്വാമി പറയണ്, ജയശങ്കർ സാർ ഒരു പാവമാണ്. തകർക്കേണ്ടത് ആ നിരഞ്ജനെയും അക്ഷരയെയുമാണ്. അല്ലാതെ സാറ് ഒരു വാശിക്കുമില്ല. സാറിനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് തന്നെ അവർ രണ്ടുപേരും കൂടിയാണ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തങ്കച്ചി നടത്തുന്ന കേസിൽ തങ്കച്ചി തന്നെ വിജയിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് തങ്കച്ചിയുടെ എല്ലാ ഒത്തുതീർപ്പിനും ജയശങ്കർ സാർ സമ്മതിക്കുകയും ചെയ്തേനെ. അല്ലാതെ സാറിന് അങ്ങനെയുള്ള വാശിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ ഇനി അവരുടെ പതനം തന്നെയാണ് നടക്കാൻ പോകുന്നത്. പൊന്നുമണിയാണ് ഞാൻ കരുവാക്കിയിട്ടുള്ളത്. എങ്കിൽ ആ കാര്യം എന്താണെന്നുള്ളത് എന്നോടൊന്ന് പറഞ്ഞൂടെ? അത് സൗമ്യയോട് പറയാൻ വരട്ടെ. ആദ്യം പൊന്നുമണി ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ സ്വാമിയോട് പറയണം. കാരണം സ്വാമിയാണ് എൻ്റെ വിശ്വസ്തൻ. സ്വാമി എന്നെ എല്ലാത്തിനും സഹായിക്കുന്ന ആളാണ്. അതുകൊണ്ട് സ്വാമിയോട് ഞാൻ ഒരിക്കലും പറയാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വാമിയും തങ്കച്ചിയും പോകുന്നത്. പിന്നീട് സിദ്ധുവും ദേവികയും കൂടി സ്റ്റേഷനിലെത്തുകയാണ്. എന്നിട്ട് മനോഹരനെ കാണണം എന്ന് പറയുമ്പോൾ, മനോഹരനെ ഇപ്പോൾ സാറ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ കാണാൻ കഴിയില്ല. ആദ്യം ചോദ്യം ചെയ്യൽ കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് പറയണ, അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അതുവരെ നിങ്ങൾക്ക് മനോഹരനെ കാണാൻ കഴിയില്ല എന്ന് പറയട്ടെ. അങ്ങനെ സിദ്ധുവും ദേവികയും അവിടെ തന്നെ മനോഹരനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ സമയം എസ് ഐ സാറ് മനോഹരനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ, എന്താണ് ഉണ്ടായത്, നിങ്ങൾ എന്തിനാണ് പാർവതിയെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോഹരൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഭാര്യയെ അടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അടിക്കാറൊന്നുമില്ല. ഞാൻ അന്ന് പാർവതിയെ അടിച്ചതിയുടെ സംസാരം അത്രയ്ക്ക് മോശമായതുകൊണ്ട് എനിക്ക് അടിക്കേണ്ട ഒരു സാഹചര്യം വന്നതാണ്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം അടിച്ചതല്ല. അപ്പോൾ നിങ്ങൾ അടിച്ചത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ, തെറ്റ് തന്നെയാണ്. പാർവതി അവിടെ നിന്നും ഞാൻ അടിച്ചു എന്ന് കരുതി പോവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും അവളോട് പോവരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷേ പാർവതി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ പാർവതി അവളുടെ ഏതെങ്കിലും ബന്ധുവീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ വരുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ പാർവതിയെ കാണാതായതിൽ എനിക്കിപ്പോൾ നല്ല ടെൻഷനുണ്ട്. പാർവതിയെ ഞാൻ അടിച്ചതിൽ എനിക്ക് നല്ല കുറ്റബോധവുമുണ്ട്. അതുകൊണ്ട് പാർവതിയെ കണ്ട് ഞാൻ മാപ്പ് പറഞ്ഞോളാം. സാർ എങ്ങനെയെങ്കിലും എൻ്റെ പാർവതിയെ കണ്ടെത്തി തരണം. എൻ്റെ വീട്ടിലിപ്പോൾ കഷ്ടകാലത്തിൻ്റെ നാളുകളാണ്. ആദ്യം എൻ്റെ സുതിമം പോയി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നിത്യമോളും പോയി. അറിയാവുന്നതല്ലേ നിത്യയ്ക്കുണ്ടായ സംഭവത്തെക്കുറിച്ച്. അപ്പോൾ പോലീസ് പറയണം, എനിക്കറിയാം. അതുപോലെ എൻ്റെ പാർവതിക്ക് ഒരിക്കലും സംഭവിക്കരുത്. എൻ്റെ പാർവതിയെ സാറ് എത്രയും പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച് തരണം. അപ്പോൾ പോലീസ് പറയണം, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തിയാൽ ഉടനെ തന്നെ നിങ്ങളെ വിവരം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ ശേഷം മനോഹരനെ അവിടെ നിന്നും വിടുകയാണ് കേട്ടോ. അപ്പോൾ ദേവികയുടെ അടുത്തേക്ക് മനോഹരൻ വരുന്ന സമയത്ത് ദേവിക അങ്ങ് അച്ഛനെ കണ്ടപ്പോഴത്തേക്കും കൈ പിടിച്ച് അച്ഛാ എന്ന് പറഞ്ഞങ്ങ് കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ, അല്ല എന്തെങ്കിലും ഒരു വിവരമുണ്ടോ പാർവതിയെക്കുറിച്ച് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയണം, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് മനോഹരനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ സിദ്ധുവും ദേവികയും മനോഹരനും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം നിരഞ്ജനും അക്ഷരയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അമ്മയോട് പറയാണ്, നമുക്ക് പൊന്നുമണിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പൊന്നുമണിയുടെ അച്ഛൻ തന്നെ, അമ്മാവൻ തന്നെ വരണം. എങ്കിലാണ് പൊന്നുമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയും. പൊന്നുമണി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവളുടെ ജീവിതം നശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് അമ്മേ എന്ന്
എന്ന് പറയട്ടെ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം അമ്മാവനെ കണ്ടെത്തണം. അതിന് മോനെ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടെത്തുക, അതിനൊക്കെ ഒരു വഴിയുണ്ട്. നമുക്ക് പോലീസിൽ ഒരു പരാതിപ്പെടാം, അത് കഴിഞ്ഞ് പത്രത്തിൽ അമ്മാവൻ്റെ ഫോട്ടോ സഹിതം കാണാനില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ. പിന്നെ ഉറപ്പായും അമ്മാവനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അമ്മായി പറയണം, ആദ്യം നീ പോയിട്ട് പൊന്നുമണിയോട് ഇക്കാര്യം പറയണം. ഇനി പൊന്നുമണിയുടെ സമ്മതമില്ലാതെ നമ്മൾ ഓരോന്ന് ചെയ്തു എന്ന് പറഞ്ഞ് അവളുമായിട്ട് വീണ്ടും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അക്ഷര പറയണം, എന്തിനാണ് അമ്മ ഇങ്ങനെ അവളെ പേടിക്കുന്നത്? പേടിയായിട്ടല്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. അവളുടെ അച്ഛനെയല്ലേ അന്വേഷിക്കാൻ പോകുന്നത്, അപ്പോൾ അവളുടെ അഭിപ്രായം കേൾക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറയട്ടെ. അങ്ങനെ അക്ഷര പൊന്നുമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ പൊന്നുമണിക്ക് അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്നെ കൈയൊഴിഞ്ഞ് എന്നെ കൈവിട്ട് കളഞ്ഞു പോയ അച്ഛനെ എനിക്ക് തിരിച്ചു വേണമെന്ന് ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ല. അത് കേട്ടപ്പോൾ അക്ഷരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നീ എന്താ പൊന്നുമണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ് പറയുന്നത്. അതുതന്നെയാണ് ഞാനും പറയുന്നത്. എനിക്ക് സഹായവും എനിക്ക് സംരക്ഷണവും വേണ്ട സമയത്ത് എന്നെ നോക്കാതെ തിരിഞ്ഞു പോയ അച്ഛനെ എന്തിനാണ് എനിക്ക്? അതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാൻ ഒരു അർഹതയുമില്ല. ആദ്യം വിശാൽ, അത് കഴിഞ്ഞിപ്പോൾ നിരഞ്ജൻ. അക്ഷര പറയണേ, എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ലടി പൊന്നുമണി. കാരണം ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരിൽ നിന്നും ഒന്നും മറച്ചു വെക്കുകയും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞ ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. അതിൽ ഞാൻ ഇപ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ ഞാൻ ആരെയും വഞ്ചിക്കാനും ചതിക്കാനൊന്നും ഇതുവരെയും നോക്കിയിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്നെക്കുറിച്ച് പറയാനൊന്നും ഒരു അർഹതയുമില്ല. പിന്നെ നിന്റെ ഇഷ്ടമൊന്നും ഞങ്ങൾ നോക്കുന്നതുമില്ല. നിന്റെ അച്ഛനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് നിന്റെ സമ്മതമൊന്നും ആവശ്യമില്ല. പക്ഷേ അമ്മ പറഞ്ഞതുകൊണ്ടാണ് നിന്നോട് നിന്റെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്നതിനെ കുറിച്ചൊന്ന് സംസാരിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ അമ്മ അവനെ കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞങ്ങൾ അമ്മാവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് അക്ഷര അകത്ത് പോവാട്ടോ. എന്നിട്ട് നിരഞ്ജൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുകയാണ്. പൊന്നുമണിക്ക് അവളുടെ അച്ഛനെ കൊണ്ടുവരുന്നതിൽ ഒരു താല്പര്യവുമില്ല. അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളോട് സംസാരിച്ചത് തന്നെ. അപ്പോൾ നിരഞ്ജൻ പറയുന്നത്, എനിക്കറിയായിരുന്നു അവൾക്ക് അതിനോട് താല്പര്യമുണ്ടാവില്ല എന്ന്. അവൾക്ക് അവളുടെ അച്ഛൻ വന്നാൽ ഇതുപോലെയുള്ള കറക്കങ്ങളൊന്നും ഇനി നടക്കില്ലല്ലോ. അതുകൊണ്ട് അമ്മാവൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് അവളുടെ സമ്മതമൊന്നും എനിക്ക് ഒരു ആവശ്യവുമില്ല എന്ന് നിരഞ്ജനും പറയാണ്. അങ്ങനെ അവർ അമ്മാവനെ കണ്ടെത്തി കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കുകയാണ്. പിന്നീട് പ്രേമ വീട് മുഴുവനും വൃത്തിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലോ സിദ്ധുവും അച്ഛനും രംഗനും ഒന്നുമില്ല. ചന്ദ്രയും പ്രേമയും മാത്രമാണ് തനിച്ചുള്ളത്. അപ്പോൾ പ്രേമ എല്ലായിടത്തും അടിച്ചോരുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ചന്ദ്രയുടെ റൂമിലേക്കും കയറുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ പ്രേമ പറയുന്നത്, ഇവൾക്ക് എന്താ ഈ താമസിക്കുന്ന റൂമൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെച്ചൂടെ? ഇതൊക്കെ എന്താ ഇങ്ങനെ പരത്തിയിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റൂമൊക്കെ ക്ലീൻ ആക്കുന്നത്. അപ്പോഴാണ് പ്രേമയ്ക്ക് ആ ഫയൽ കണ്ണിൽ പെടുന്നത് കേട്ടോ. ചന്ദ്രയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹം കഴിഞ്ഞ മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ടതോടുകൂടി പ്രേമ അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ ആ പ്രേമ ആ ഫയൽ എടുക്കുകയാണ് കേട്ടോ. ഇത് സിദ്ധുവിനെ കാണിക്കണം, എന്നിട്ട് ഇവളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് ചന്ദ്ര അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, എടി വഞ്ചകി, നീ വിഷ്ണുവിനെ പുറത്തിറക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിലാണല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണല്ലേ? ഇപ്പോഴല്ലടി കാര്യം മനസ്സിലായത്. എന്നിട്ട് എൻ്റെ സിദ്ധുവിനെ ചതിച്ച് ഈ വീട്ടിലേക്ക് വന്നതാണല്ലടി എന്നൊക്കെ പറഞ്ഞ് പ്രേമ ചന്ദ്രയോട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങൾ അതിന് ഈ കാര്യങ്ങളൊന്നും തന്നെ ആരെയും അറിയിക്കില്ല. ആര് പറഞ്ഞടി? ഞാൻ ഇപ്പം തന്നെ സിദ്ധുവിനെ വിളിച്ച് എല്ലാ കാര്യവും പറയും. എന്നിട്ട് സിദ്ധു നിന്നെ അടിച്ചിറക്കും ഈ വീട്ടിൽ നിന്നും എന്ന് പറയുമ്പോൾ, അതിനെ നിങ്ങൾ സിദ്ധുവിനോട് പറഞ്ഞെങ്കിലല്ലേ എന്നെ ഇവിടെ നിന്നും അടിച്ചിറക്കൂ. നിങ്ങൾ സിദ്ധുവിനോട് ഒരക്ഷരം പോലും പറയില്ല. അത് നീയാണോടി തീരുമാനിക്കുന്നത്? ഞാൻ ഉറപ്പായും ഞാൻ പറഞ്ഞിരിക്കും. അച്ഛനോടും രംഗേട്ടനോടും ഒക്കെ ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് ആ ഫയലുമായിട്ട് അങ്ങ് പോവുകയാണ്. അതോടുകൂടി ചന്ദ്ര ആ ഫയൽ അങ്ങ് പിടിച്ച് തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കുകയാണ്. മര്യാദയ്ക്ക് എൻ്റെ ഫയൽ തിരിച്ചു തന്നോ? നിങ്ങൾ ഇക്കാര്യങ്ങളൊന്നും, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ സിദ്ധുവിനോട് പറയുകയുമില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര പ്രേമയുടെ കൈ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് കഴുത്തിന് കയറി പിടിക്കാൻ കേട്ടോ. അങ്ങനെ ആഞ്ഞു തള്ളുകയാണ്. ആ തള്ളലിൽ നേരെ ചുമരിൽ പോയി പ്രേമയുടെ തല ഇടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി പ്രേമയ്ക്ക് പിന്നെ ബോധം പോവുകയാണ്. പെട്ടെന്ന് പ്രേമയുടെ കണ്ണുകളൊക്കെ മേലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പ്രേമ താഴേക്ക് ബോധം കെട്ടിട്ട് അങ്ങ് വീഴുകയാണ്. അപ്പോൾ താഴേക്ക് വീഴുന്ന സമയത്ത് ചുമരിൽ നിറയെ ചോരയോട് കൂടിയിട്ടാണ് താഴെ വീഴുന്നത്. അപ്പോൾ ചന്ദ്ര പ്രേമയെ ചുമരിലേക്ക് ഇടിക്കുന്ന സമയത്ത്
തല ബാക്കിൽ വന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ ചോര വരികയാണ്. അങ്ങനെ പ്രേമയ്ക്ക് ബോധം പോവുകയാണ് ട്ടോ. അതോടുകൂടി ചന്ദ്ര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചന്ദ്ര വെപ്രാളം പിടിച്ചുകൊണ്ട് ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അത് കേട്ടപ്പോൾ ശരത്ത് പറയണേ, നീ എന്തിനാണ് പ്രേമയുമായിട്ട് വെറുതെ വഴക്കിടാൻ വേണ്ടി പോയത്? അത് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, ഒരു കയ്യബദ്ധം പറ്റിയതാണ്. എത്രയും പെട്ടെന്ന് ഒരു വണ്ടിയുമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ ശരത്ത് എന്നെ ഒന്ന് സഹായിക്കുമോ? ഈ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അച്ഛനും രംഗേട്ടനും ഒന്നുമില്ല, സിദ്ധു ഒന്നുമില്ല, പെട്ടെന്ന് വരണം എന്ന് പറയുമ്പോൾ ആ ശരി ഞാനിപ്പോൾ വരാം, ഒരു വണ്ടി എടുത്തുകൊണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിക്കിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുകയാണ് ശരത്ത്. പെട്ടെന്നാണ് തങ്കച്ചിയെ ഓർമ്മ വരുന്നത്. അങ്ങനെ തങ്കച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്നൊരു വണ്ടി വേണം തങ്കച്ചി. അതെന്തിനാണ്? അത് പിന്നെ എനിക്കൊരു അത്യാവശ്യമുണ്ട്. എന്താണെന്നല്ലേ ഞാൻ എന്നോട് ചോദിച്ചത്? എന്താ വല്ല കുരുക്കുമുണ്ടോ എന്ന് ഏയ് കുരുക്കൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊന്ന് ബോധം കെട്ടു. അപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് അതിനെന്താ, എനിക്ക് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്താൽ പോരെ? അതിന് ആ ആപ്പൊന്നും എൻ്റെ കയ്യിലില്ല. എങ്കിൽ നീ ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോയിക്കോ. അതൊന്നും ശരിയാവില്ല. തങ്കച്ചി ആദ്യം എനിക്കൊരു വണ്ടി കൊടുത്ത് വിടുമോ? അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും വണ്ടി എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം എന്ന് പറയുമ്പോൾ നീ എവിടെയാണ് നിൽക്കുന്നത്? നിൻ്റെ ലൊക്കേഷൻ അങ്ങ് അയച്ചു തരാം. പിന്നെ നിൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനല്ലേ ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് വരാം. അത് കേട്ടപ്പോൾ ശരത്ത് അങ്ങ് പതറുകയും ഏയ് അത് വേണ്ട, തങ്കച്ചി എന്തിനാ വെറുതെ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നു? ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അതൊന്നും വേണ്ട. തങ്കച്ചി ആദ്യം എനിക്കൊരു വണ്ടി കൊടുത്തു വിടുന്നുണ്ട്, ഞാനിപ്പോൾ ലൊക്കേഷൻ തങ്കച്ചിയുടെ ഫോണിലേക്ക് അയച്ചു തരാം എന്ന് പറയട്ടെ. അപ്പോൾ തങ്കച്ചിക്ക് ഒരു ചെറിയ സംശയം വരികയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വിടാം, ഞാനൊരു വണ്ടി ഇപ്പോൾ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ ശേഷമാണ് ഫോൺ വയ്ക്കുന്നത്. അതോടുകൂടി ഇവൻ എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ തങ്കച്ചിക്ക് ഒരു ചെറിയ സംശയം വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.